ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ആപ്ലിക്കേഷനിൽ ചില അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീലിയ ടോക്കണിൻ്റെ ക്ലെയിമിങ്ങിൻ്റെ ദിവസമായിരുന്നു ഇന്ന്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ വാട്സപ്പിലും ടെലഗ്രാമിലും ഒക്കെ ഞാൻ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇതിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 0 ബാലൻസ് വരണം. ഇടയ്ക്ക് ഇത് ആപ്ലിക്കേഷൻ മെയിൻ്റനൻസിലായിരുന്നു. വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളത് ചെക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെയും ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ രാവിലെയൊക്കെ ക്ലെയിം ചെയ്തുവെങ്കിലും ചെറിയൊരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഈ പോയിൻറ്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. വീണ്ടും എന്ത് ചെയ്യുക, ഇപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളത് ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു ഗ്യാസ് ഫീ BNBയിലൂടെ വേണം. അപ്പോൾ ഈ കാണുന്ന ഇത്രയും ടോക്കൺ വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാം. വിഡ്രോ ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം പാൻകേക്ക് സ്വാപ്പിൽ നിങ്ങൾക്ക് BNBയിലേക്ക് സ്വാപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അതല്ല എങ്കിൽ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സ്റ്റാക്ക് ചെയ്യാൻ ഓരോ മാസത്തേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ കോയിൻസ് എല്ലാം സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ മാസം എനിക്ക് കിട്ടിയതും ഞാൻ സ്റ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മൈനിങ് സ്പീഡ് കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഇത് ഇച്ചിരി ലോങ് ടൈമായിട്ട് നമ്മുടെ മൈനിങ് നടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ 2029 ഇത് ഫുള്ളി ഇതിൻ്റെ ലോഞ്ചായി വരുന്നത്. അപ്പോൾ എങ്കിലും കിട്ടുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുക. എന്താണ് നിങ്ങളുടെ താല്പര്യം അതുപോലെ ചെയ്യുക. ഓക്കെ, ബാക്കി ഇതിൻ്റെ എയർ ഡ്രോപ്പ് മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് നമ്മൾ ടെലഗ്രാമിൽ അത് അനൗൺസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സീലിയയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുകയും ചില അപ്ഡേറ്റുകളൊക്കെ വിട്ടുപോയ ഒന്നായിരുന്നു ലെയർ എഡ്ജിൻ്റെ എയർ ഡ്രോപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എലിജിബിളായി കാണും. ഞാനതിൻ്റെ വീഡിയോസ് എനിക്ക് കണ്ടിന്യൂസ്ലി അത് ചെയ്യാൻ കഴിഞ്ഞില്ല, ചില തിരക്കുകൾ കാരണം ആ സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ മെറ്റാമാസ്കിലായിരിക്കും നിങ്ങളത് ചെയ്തത്. എൻ്റെ മെയിനായിട്ടുള്ളൊരു അക്കൗണ്ട് ചെയ്തില്ല എങ്കിലും എനിക്ക് ഈ അക്കൗണ്ടിൽ ഞാനത് കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ മെറ്റാമാസ്കിലാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ സീഡ് ഫ്രൈസ്, റിക്കവറി ഫ്രൈസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഇത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ OKX വാലറ്റ് ഇല്ല, OK എക്സ്ചേഞ്ച് വാലറ്റ് ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾ OKX വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. എൻ്റെ കയ്യിൽ ആൾറെഡി OKX ഉണ്ട്. OKX എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്ന ആ ടൈമിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, ഇത് നിങ്ങൾ വാലറ്റ് ഓപ്പൺ ചെയ്യുക. വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയൊരു വാലറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയൊരു വാലറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആഡ് വാലറ്റ്, ഏറ്റവും താഴെ കാണുന്ന ആഡ് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സീഡ് ഫ്രൈസ് എന്ത് ചെയ്യുക, ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു വാലറ്റായിട്ട് ക്രിയേറ്റ് ആകും. ഇതിലിപ്പോൾ എൻ്റെ പുതിയൊരു വാലറ്റ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെറ്റാമാസ്കിലെ വാലറ്റ്. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, എയർ ഡ്രോപ്പ് ചെക്കർ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. അപ്പോൾ ഞാൻ ഒരു ടാസ്കും മാക്സിമം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു 30 ടോക്കൺ എനിക്ക് എലിജിബിളായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഇതിൽ വന്നിട്ട് ക്ലെയിമിങ് വന്നിട്ട് ജൂൺ 2 മുതൽ നടക്കും. എനിക്ക് തോന്നുന്നു ERC-20 ERC-20 ഗ്യാസ് ഫീക്ക് വേണ്ടിയിട്ടുള്ളത് ഫണ്ട് ഇവിടെ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് കണ്ടത്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തിരുന്ന ബ്ലൂം നെറ്റ്വർക്കിൽ ഒരു എലിജിബിലിറ്റി വന്നിട്ടുണ്ട്. ബ്ലൂം നെറ്റ്വർക്ക് നിങ്ങൾ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യുക, 2 പേരെ റെഫർ ചെയ്യുക ചെയ്തവരാണെങ്കിൽ, മീം പോയിൻ്റ് കളക്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന ടൈമിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. എൻ്റെ ഡയറക്റ്റ് റെഫറലിലുള്ളവർക്കൊക്കെ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, മീം പോയിൻ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലും നമുക്ക് നോക്കാൻ വേറെ ഒന്നുമില്ല. ഈ കാണുന്ന എലിജിബിലിറ്റിയുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എലിജിബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ചെക്ക് യുവർ എലിജിബിലിറ്റി. ഓക്കെ, യു ആർ എലിജിബിൾ. അപ്പോൾ ഇതിൽ ഞാൻ എലിജിബിളാണ്. അപ്പോൾ ഇതിലൊന്നും വലിയൊരു പ്രതീക്ഷ വയ്ക്കേണ്ട. കാരണം ഇതിൽ ഈ ഫ്രണ്ട്സിൻ്റെ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് 5,91,000
ബ്ലൂം പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ റാങ്ക് വന്നിട്ട് ഇത്രയും താഴെയാണ്, 3,26,000 എൻ്റെ റാങ്ക്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുകയാണെങ്കിൽ അപ്പോൾ മീൻ പോയിൻ്റ് ഞാൻ ഒറ്റ ട്രേഡേ ചെയ്തിട്ടുള്ളൂ, 1,500 മീൻ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്കും. അതല്ല, കൂടുതൽ നിങ്ങൾ മീൻ പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എലിജിബിലിറ്റി വരും. അപ്പോൾ വലിയൊരു പ്രതീക്ഷ വയ്ക്കരുത്, എങ്കിലും ചെറിയൊരു എയർ ഡ്രോപ്പ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം, വാട്സപ്പൊക്കെ ജോയിൻ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സീലിയ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കൊണ്ട് ജോയിൻ ചെയ്യുക. നല്ലൊരു ബെനിഫിറ്റ് ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.